ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നല്ലൊരു IPO റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പ്രീമിയർ എനർജീസ് ലിമിറ്റഡ് IPO. വളരെ മികച്ചൊരു കമ്പനിയാണ് പ്രീമിയർ എനർജീസ്. സോളാറുമായി റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ്സാണ് അവരുടേത്. അപ്പോൾ 2530 കോടിയാണ് അവർ ഇഷ്യൂ ചെയ്യുന്നത്. ഓഗസ്റ്റ് 27 തുടങ്ങി ഓഗസ്റ്റ് 29 വരെ നമുക്ക് അപ്ലൈ ചെയ്യാം. സെപ്റ്റംബർ 3 ലിസ്റ്റിംഗ് വരുന്നത്. അതിൻ്റെ മാക്സിമം പ്രൈസ് വരുന്നത് 450 റുപ്പീസാണ്. അപ്പോൾ ഒരു അലോട്ട്മെൻറ്റ് വാങ്ങാൻ 14,850 രൂപയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് 31 ഷെയറാണ് നമുക്ക് ലഭിക്കുന്നത്. കമ്പനി വളരെ മികച്ചൊരു കമ്പനിയാണ്. ബമ്പർ ലിസ്റ്റിങ്ങിന് തന്നെ സാധ്യതയുള്ള കമ്പനിയാണ്. അപ്പോൾ 27-ാം തീയതി അപ്ലൈ ചെയ്യാം. 29-ാം തീയതിക്ക് മുമ്പ് അപ്ലൈ ചെയ്യണം. അലോട്ട്മെൻറ്റ് 30-ാം തീയതിയാണ് അലോട്ട്മെൻറ്റ് വരുന്നത്. എന്നിട്ട് ലിസ്റ്റിംഗ് വരുന്നത് സെപ്റ്റംബർ 3 അപ്പോൾ കമ്പനിയെ നോക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു കമ്പനി തന്നെയാണ്. ഇവരുടെ മെയിൻ ബിസിനസ് എന്ന് പറയുന്നത് സോളാർ സെല്ലും സോളാർ പാനലും സെല്ലിങ് ചെയ്യുന്നതാണ്. മെയിൻ 5 മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട്. അത് ഹൈദരാബാദിലാണ്, തെലങ്കാനയിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. നമുക്കറിയാം തെലങ്കാനയിൽ ഇപ്പോൾ വളരെ മികച്ച ഗവൺമെൻറ്റാണ് ഉള്ളത്. അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻഡസ്ട്രീസ് എല്ലാം വളരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗവൺമെൻറ് തന്നെയാണ് അവിടെ ഉള്ളത്. അപ്പോൾ നല്ലൊരു ഗ്രോത്ത് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ കമ്പനിയുടെ മെയിൻ ക്ലയൻറ്റ് നോക്കുകയാണെങ്കിൽ NTPC, ടാറ്റ പവർ, പാനസോണിക്. അപ്പോൾ വളരെ സ്ട്രോങ് ക്ലയൻറ്റ് തന്നെ അവർക്കുണ്ട്. അതുപോലെ തന്നെ കമ്പനി എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരുടെ പ്രൊഡക്ട്സ് പല രാജ്യങ്ങളിലേക്ക്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ഹോങ്കോങ്, സൗത്ത് ആഫ്രിക്ക, ബംഗ്ലാദേശ്, അങ്ങനെ നിരവധി കൺട്രിയിലേക്കൊക്കെ അവർ സെല്ല് ചെയ്യുന്നുണ്ട്, എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ കമ്പനിക്ക് ഓഫ് ജൂൺ പ്രകാരം 1500 അടുത്ത് എംപ്ലോയീസ് ഉണ്ട്. അതിൽ 3258 കോൺട്രാക്ട് ലേബേഴ്സും ഉണ്ട്. അപ്പോൾ ഇവരുടെ റവന്യൂ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് വന്നിട്ടുള്ളത് പ്രോഫിറ്റ് 198 കോടി രൂപയാണ് പ്രോഫിറ്റ് വന്നിരിക്കുന്നത്. പക്ഷേ ഒരു നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെറ്റ് വർത്ത് വളരെ കുറവാണ്. അത് മാത്രമേ ഒരു നെഗറ്റീവായിട്ട് ഇവർക്കുള്ളൂ. വളരെ നല്ലൊരു കമ്പനി തന്നെയാണ്. അപ്പോൾ എല്ലാവരും തന്നെ അപ്ലൈ ചെയ്യുക. പിന്നെ ഇവരുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ സബ്സിഡിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനാണ്. അപ്പോൾ ഒരു ഗ്രോത്തിങ് സ്ട്രാറ്റജിയാണ്. അവരുടെ ഒരു സബ്സിഡിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് സോളാർ പവർ പ്ലാന്റ് തന്നെ പുതിയതായിട്ട് ഒരു തെലങ്കാനയിൽ തന്നെ ഒരു മാനുഫാക്ചറിങ് ചെയ്യാൻ വേണ്ടിയാണ് അവരുടെ മെയിൻ ഇഷ്യൂ. അതിനുവേണ്ടിയാണ് ഇത്രയും കോടി രൂപ അവർ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ GMP നോക്കുകയാണെങ്കിൽ 80% എടുത്തുകൊണ്ട് അപ്പോൾ സെപ്റ്റംബർ 3 ആകുമ്പോഴേക്കും മിക്കവാറും 100% അടുത്ത് ലിസ്റ്റിംഗ് കിട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ എല്ലാവരും തന്നെ അപ്ലൈ ചെയ്യുക. നല്ലൊരു കമ്പനിയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ഡിയർ ഫ്രണ്ട്സ്. ഹാവ് എ നൈസ് ഡേ.